ഇരിക്കുമ്പോൾ ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാനതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ അത് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ തത്സമയത്തിലേക്കാണ് പോകുന്നത്. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളിക്കിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളിക്കിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. കൊച്ചുകിനാവിൻ ചിറകുകളറിയും ലഹരിക്കെതിരായി കൈകോർക്കാം. അനാലയങ്ങളിൽ നിന്നു തുടങ്ങാം കരുത്തുടർന്നൊരു പോരാട്ടം. കരുതലിൽ ഉജ്ജ്വല കവചത്താൽ നവ കേരളം ഒന്നിന് നേടിയിടാം. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. ശ്രുതി വിടർന്ന വിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളിക്കിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളിക്കിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അവിടെ സംസ്ഥാനതല പ്രവേശനോത്സവം അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇപ്പോൾ ഈ നമ്മൾ കണ്ട പ്രവേശനോത്സവത്തിന്റെ ഗാനം രചിച്ച ഭദ്ര എന്ന കുട്ടി മുഖ്യമന്ത്രിയോട് വന്ന് അനുഗ്രഹം വാങ്ങുന്നതും ആ വിശേഷം പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കണ്ടത്. മന്ത്രി പി പ്രസാദും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയും ഇപ്പോൾ വേദിയിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായ ഉദ്ഘാടനം കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുകയാണ്. വളരെ വർണ്ണാഭമായി തന്നെ പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കം സംസ്ഥാനത്ത് കുറിക്കുകയാണ്. മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവരെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അതിഥികളെ എല്ലാവരെയും ഇപ്പോൾ വേദിയിലേക്ക് സ്വീകരിക്കുകയാണ്. കുട്ടികൾ ചേർന്നാണ് വേദിയിലേക്ക് മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കും. ഇപ്പോൾ കുട്ടികൾക്ക് മുഖ്യമന്ത്രി സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ ബാഗ് അടക്കമുള്ള പഠനോപകരണങ്ങളാണ് അവർക്ക് സമ്മാനമായി നൽകുന്നത്. അത് വിതരണം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2.5 ലക്ഷത്തോളം കുരുന്നുകളാണ് ഇത്തവണ പൊതുവിദ്യാലയങ്ങളിലേക്ക് 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശനത്തിനായി എത്തുന്നത്. 1-ാം ക്ലാസ്സിലേക്ക് എത്തുന്ന കുട്ടികളെയാണ് അവിടെ വർണ്ണാഭമായ തൊപ്പികളൊക്കെ വെച്ച് ഒരുക്കി മിടുക്കന്മാരും മിടുക്കികളുമാക്കിയ ആ വേദിയുടെ ആ സദസ്സിൽ ആദ്യം തന്നെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ ചേർന്ന് പഠനോപകരണങ്ങൾ സമ്മാനമായി നൽകുകയാണ്. ഈ സമ്മാന വിതരണത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മന്ത്രി പി പ്രസാദും മന്ത്രി സജി ചെറിയാനും എല്ലാവരും വേദിയിലേക്ക് എത്തുക. അതിനുശേഷം സംസ്ഥാനത്തെ പുതിയ അധ്യയന വർഷത്തിന്റെ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കും.
സമഗ്രമായ ഒരുപാട് മാറ്റങ്ങളോടുകൂടിയാണ് ഇത്തവണ അധ്യയന വർഷം തുടങ്ങുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈസ്കൂൾ തലത്തിൽ അരമണിക്കൂർ അധികം സമയമുണ്ട് ഇനി മുതൽ. അതോടൊപ്പം തന്നെ പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. 6 മുതൽ 7 ശനിയാഴ്ചകൾ വരെ പ്രവൃത്തി ദിവസമായിരിക്കും ഈ വർഷം എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല, നമുക്കറിയാം സമൂഹത്തെ ബാധിച്ചിട്ടുള്ള ലഹരി വ്യാപനം അടക്കമുള്ള ഗുരുതരമായ ഒരുപാട് സാമൂഹിക വിപത്തുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതിനെയൊക്കെ നേരിടാൻ കുട്ടികളെ സജ്ജമാക്കുക എന്നുള്ളതാണ് ഈ സിലബസിനകത്തുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിലും അപ്പുറം പ്രധാനപ്പെട്ട ഒന്ന്. അവരെ വ്യക്തിത്വ ബോധമുള്ള പൗരന്മാരാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവരുടെ വ്യക്തിത്വ വികസനത്തിനടക്കം സംഭാവന ചെയ്യാൻ കഴിയുന്നത് സ്കൂൾ തലത്തിൽ നിന്ന് തന്നെയാണ്. അവിടെ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളിൽ കൂടിയാണ്. അപ്പോൾ ഇത്തവണ മുതൽ തുടക്കത്തിൽ ചെല്ലുമ്പോഴേ ഈ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിനപ്പുറം അവരുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ, അത്തരത്തിലുള്ള പരിശീലനങ്ങളൊക്കെ ആയിരിക്കും ആദ്യത്തെ 2 ആഴ്ച കുട്ടികൾക്കെല്ലാം നൽകുക എന്ന പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യം അനൗൺസ് ചെയ്തത്. സൂംബ ഡാൻസ് അവരെ സ്കൂളുകളിൽ ഇനി മുതൽ പരിശീലിപ്പിക്കും എന്നുള്ളത്. അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, ഒരുപാട് സ്ട്രെസ്സുകൾ നിറഞ്ഞ ഈ കാലത്ത് അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സൂംബ പോലുള്ള ഡാൻസ് ഒക്കെ പരിശീലിപ്പിക്കാം എന്നുള്ള ഒരു ആശയത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും എത്തുന്നതും. എന്തായാലും അങ്ങനെ സമൂലമായ മാറ്റങ്ങളോടുകൂടി ഒരു പുതിയ അധ്യയന വർഷത്തിന് ഇവിടെ തുടക്കമാവുകയാണ്. മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രിയും അടക്കമുള്ളവർ വേദിയിലേക്ക് ഔദ്യോഗികമായ ഉദ്ഘാടനത്തിന് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തവണ സംസ്ഥാനതല പ്രവേശനോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആ ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യും. പ്രവേശനോത്സവം അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. സംഘാടക സമിതി ചെയർമാനുമായ ശ്രീ PP ചിത്തരഞ്ജനെ ഏറെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ആഹ്ലാദകരമായ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന കേരളത്തിൻ്റെ ആരാധ്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ B. ശിവൻകുട്ടി അവറുകളെ, പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത ഇവിടെ കൃത്യമായി നമ്മൾ ആ ബാഗ് നമുക്ക് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കൊടുക്കാം. ബഹുമാനപ്പെട്ട അധ്യാപകരും ഒന്ന് കുഞ്ഞുങ്ങളെ ശാന്തരാക്കി ഇരുത്തുക, അവിടെ കൂട്ടം കൂടി നിൽക്കാതിരിക്കുക. ഏറ്റവും ബഹുമാന്യനായ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ